വന്നാൽ അന്നെല്ലാം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂല. ആര് വന്നാൽ മഹദി വന്നാൽ വിമാനം പൊങ്ങൂല. മഹദി വന്നാൽ മഹദി വിചാരിക്കാതെ എല്ലാ ടെക്നോളജിയും സ്റ്റോപ്പ്. വെള്ളം മുക്കേണ്ടി വരും. എവിടുന്ന് മോട്ടോർ വയ്ക്കില്ല. തങ്ങൾ പറഞ്ഞതിലേക്ക് വെള്ളം ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൾഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇറാൻ പരാജയപ്പെടുന്നു. ഇറാനെതിരെയുള്ള യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ അമേരിക്കയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനെ തകർക്കും. ഇങ്ങനെ പ്രവചനങ്ങൾ കേരളത്തിൽ ഉടനീളം അന്ന് പ്രവാചകന്മാർ പ്രവചനങ്ങൾ നടത്തി. ഇതാ മഹദി ഒരു വെളിപ്പാടകലെ, നിങ്ങളുടെ വാതിൽക്കൽ മഹദി ഇതാ എത്തിയിരിക്കുന്നു. ഇങ്ങനെ പല പ്രവാചകർ തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് എന്തു പ്രവചിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലായിരുന്നു ഈ പ്രവചനങ്ങളെല്ലാം പ്രവചിക്കുന്നത്. ഇതാ സദ്ദാം വിജയിക്കാൻ പോവുകയാണ് എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ പിന്നീട് സദ്ദാം വലിച്ചെറിയപ്പെട്ടു. നവറല്ലാഹു ഖബറഹു. എന്നാൽ അന്ന് കേരളത്തിൽ സുദൃഢജ്ഞാനികളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആധുനിക കേരളം കണ്ട ഏറ്റവും വലിയ മുഹദ്ദിസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അന്നും ഇത് എതിർത്തിരുന്നു. അതിനു സമാനമായ അന്തരീക്ഷമാണ് ഇന്ന് പ്രഭാഷണ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരെ പറഞ്ഞു? റഹ്മത്തുള്ളവർ ഏകദേശം വിമാനം പൊങ്ങൂല. മഹദി വന്നാൽ ഇതാ റഹ്മത്തുള്ള പറയുകയാണ്, എഴുതി വെച്ചോ എന്ന്. മഹദി ഇമാമിനെ കുറിച്ച് അവാസ്തവമായ കാര്യങ്ങളും മഹദി ഇമാമിന്റെ പുറപ്പാടിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം വീക്ഷണം കൊണ്ടും സ്വന്തം ഇജ്തിഹാദ് കൊണ്ട് പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ കാലങ്ങൾ എത്രയോ കണ്ടുപോയി. പക്ഷേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നടക്കും.